ഡോക്ടറെ, ഈ നശിച്ച മൂക്കടപ്പ് കാരണം കുറെ കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നേസൽ സ്പ്രേ ഉപയോഗിക്കുന്നുണ്ട്. പുതുതായി വന്ന ഒരു അലർജി പേഷ്യന്റിന്റെ സംസാരത്തിൽ നിന്ന് വീണു പോയ വാക്കാണിത്. പക്ഷെ 8 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നേസൽ സ്പ്രേ എന്നത് മൂക്കടപ്പിന് താൽക്കാലികമായി ശമനം നൽകും എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഇത് തുടർച്ചയായിട്ട് കുറെ കാലം ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അതായത് മൂക്കടപ്പ് വരുമ്പോൾ തന്നെ നമ്മൾ നേസൽ സ്പ്രേ ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ കുറെ കാലം ഉപയോഗിച്ച് വരുമ്പോൾ നമ്മളുടെ മൂക്ക് തുറന്നിരിക്കണമെങ്കിൽ നേസൽ സ്പ്രേ എന്തായാലും ഉപയോഗിക്കണം എന്നൊരു സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ എന്ന ഒരു ശീലത്തിലേക്ക് നമ്മുടെ ശരീരം പതിയെ മാറുന്നു. അപ്പോൾ നേസൽ സ്പ്രേ ഉപയോഗിക്കാത്ത പക്ഷം മൂക്ക് തുറക്കില്ല എന്നൊരു കണ്ടീഷനിൽ നമ്മുടെ ശരീരം എത്തി നിൽക്കും. അതുപോലെ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകളിൽ മൂക്കിന്റെ ഉൾവശം ഡ്രൈ ആവുകയും അത് നേസൽ മ്യൂക്കോസയെ ഇറിറ്റേറ്റ് ചെയ്യുകയും അതുമൂലം ഭയങ്കര ഡിസ്കംഫർട്ടും ചൊറിച്ചിലും എല്ലാം അനുഭവപ്പെടാറുണ്ട്. നേസൽ സ്പ്രേയിലുള്ള ചില പ്രത്യേക കണ്ടന്റുകൾ നമ്മുടെ ഹാർട്ട് റേറ്റ് ക്രമാതീതമായി കൂട്ടാനും ബ്ലഡ് പ്രഷർ കൂട്ടാനും ഒക്കെ കാരണമാകാറുണ്ട്. അതുപോലെ ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ, തൈറോയിഡ് ബുദ്ധിമുട്ടുള്ളവർ, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവയുള്ളവരൊക്കെ നേസൽ സ്പ്രേ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ഒന്ന് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കഷ്ടപ്പെട്ട് നമ്മൾ ഈ മൂക്കടപ്പിനെ മാത്രം മാനേജ് ചെയ്യാതെ അതിന്റെ അടിസ്ഥാന കാരണക്കാരനായ അലർജിയെ ആദ്യം മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ ആരോഗ്യമുള്ളവരായിരിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.